സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? ടോപ്പേഴ്സിന് മാത്രമേ നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ ബെസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടോപ്പർ ആവാൻ പറ്റുള്ളൂ എന്നുള്ള തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു തോട്ട് മാറ്റാനുള്ള സമയം എപ്പോഴോ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈവൻ ദ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡന്റിനും എന്തായിട്ട് മാറാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ ടോപ്പർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മക്കളെ, നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസുമായിട്ട്, നമ്മളുടെ എക്കണോമിയുമായിട്ടുള്ള, നമ്മുടെ സോഷ്യൽ ലൈഫുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പോലെയുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ബോണസ് പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നുന്നത് ആ ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ ചില ടേംസ് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കോൺസെപ്റ്റ് നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുവാണെങ്കിൽ ദ ബെസ്റ്റ് സബ്ജക്ട് ഫോർ യു എന്ന് പറയുന്നത് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്. നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനും ഒബ്വിയസ്ലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്. ഓക്കെ, സയൻസ് പോലെയുള്ള സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കോൺസെപ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ്, ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചൊറയില്ലാത്ത ഒരു സബ്ജക്ട് തന്നെയാണ് നമ്മൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഓരോ സബ്ജക്റ്റും നമുക്ക് ഈസി ആയിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൽ നിന്ന് ടോപ്പർ ആവണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇത്ര കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ പ്രോമിസ് യു, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൽ നിന്നിട്ടുള്ള നിങ്ങളുടെ ടോപ്പേഴ്സിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത് ഒരുപാട് ദൂരമല്ല. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാംസോട് കൂടി, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമോട് കൂടി തന്നെ ടോപ്പറായിട്ട് മാറാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് ഓൺ കോൺസെപ്റ്റ്, നോട്ട് ജസ്റ്റ് മെമ്മറൈസിങ്. ഓക്കെ, അപ്പം ഇത് സയൻസ് അല്ല, നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല, അത് നിങ്ങൾ മറന്നുപോകും. അപ്പോൾ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? യെസ്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. കോൺസെപ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഓർത്തെടുക്കാതെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിയൽ ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ബിസിനസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൊണോപ്പൊളിയും മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും ഒക്കെ പഠിക്കുമ്പോൾ റിയൽ ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. ഇനി അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് പഠിക്കുമ്പോൾ നിങ്ങൾ അതും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് ചുറ്റും എന്താ നടക്കുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. ഇനി എക്കണോമിക്സ് ആണെങ്കിലും എക്കണോമിക്സിലുള്ള പല കാര്യങ്ങളും നമുക്കിതാ നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്തിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വരുത്താം. ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട, ഒരു കഥ പോലെ അങ്ങ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ഉള്ളിൽ വെക്കാം. നെക്സ്റ്റ് ഇസ് യൂസ് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പഠിക്കുവാണെങ്കിൽ അതെന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ആക്കാം. ഓക്കെ, നിങ്ങൾക്ക് വളരെ ടഫായിട്ട് തോന്നുന്ന സാധനം നിങ്ങൾ ഷോർട്ട് നോട്ട് ആക്കാം. ഇപ്പോൾ ഷോർട്ട് നോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് AI ടൂൾസ് നമുക്ക് മുമ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ChatGPT, Gemini, then Perplexity, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള AI ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ, ഏറ്റവും ബെസ്റ്റ് ആവുക, ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ലിസ്റ്റിൽ നമ്മളും ഉൾപ്പെടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെയുള്ള AI ടൂൾസിൽ അപ്ലോഡ് ചെയ്താൽ അത് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ. ഓക്കെ, സോ അങ്ങനെയുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് പാസ്റ്റ് ഇയർ പേപ്പേഴ്സ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ, അത് തന്നെയാണ് നമ്മളുടെ പഠിത്തത്തിന്റെ കേസിലും എഡ്യൂക്കേഷന്റെ കേസിലും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ, മോഡൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നോ, അത് നമ്മളെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ HSS ലൈവ് പോലെയുള്ള സൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കയ്യെത്താ ദൂരത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ക്ലിക്കിൽ കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നതും നമ്മളുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ടൈം മാനേജ്മെന്റ് ആയിരിക്കും. കാരണം അത്യാവശ്യം നമുക്ക് എഴുതാനുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഷോർട്ടായിട്ട് പഠിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആലോചിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ബൈ ഹാർട്ടിന് പകരം പഠിക്കുവാണെങ്കിൽ ടൈം മാനേജ്മെന്റും നമുക്കൊരു വിഷയമല്ല. കാരണം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി എക്സാമിന് ആൻസേഴ്സ് ചെയ്തുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ കുറേ പോയിന്റ്സ് അഡീഷണൽ ആയിട്ടായിരുന്നു വരിക. ഓക്കെ, പോയിന്റ്സ് തികയായി ഒന്നും ഉണ്ടാവില്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ പോയിന്റ്സ് കിട്ടുകയാണ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ബൈ ഹാർട്ട് അല്ലാതെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് മനസ്സിലേക്ക് വരികയും ചെയ്യും, ഈസി ആയിട്ട് എഴുതാനും പറ്റും. ഒപ്പം തന്നെ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമല്ലാതെ ആക്കാനും പറ്റും.
നെക്സ്റ്റ് ഇസ് ക്ലിയർ ഡൗട്ട്സ് ഏർലി. എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സംശയങ്ങളുണ്ടെങ്കിൽ AI ഒക്കെ ചോദിക്കാം. പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മക്കളെ ഇത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളുടെ ആവശ്യമാണ് ബെസ്റ്റ് സ്കോർ വാങ്ങുക, നിങ്ങളുടെ ആവശ്യമാണ് ബെസ്റ്റ് ജോബ് ഉണ്ടാവുക, നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, നല്ല ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ എല്ലാവരും അല്ലേ, ഞങ്ങളടക്കമുള്ള എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിരിക്കും, എല്ലാവർക്കും ഏർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേണം ഇവരോട് ചോദിക്കാനേ, അല്ലാതെ അവർ നിങ്ങളോട് ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു വരണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. എങ്ങനെ ചോദിക്കും, എങ്ങനെയാ മിസ് വിചാരിക്കുക, എങ്ങനെയാ സാർ വിചാരിക്കുക, ആ ഒരു മൈൻഡൊക്കെ നമ്മൾ മാറ്റേണ്ട സമയം എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നതും. അവരോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്പോട്ട് തന്നെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. നെക്സ്റ്റ് തിങ് ഇസ് റിവൈസ് സ്മാർട്ട്ലി. ഓക്കെ, സ്മാർട്ടായിട്ട് വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോർട്ട് നോട്ട്സ്, ന്യൂമോണിക്സ്, ഡയഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, ലെക്ചർ നോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ട്രിക്സിലൂടെയൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഒബ്വിയസ്ലി നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് രാവും പകരം ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് വേണ്ടത്. അതെന്ത് ചെയ്യുക, സ്മാർട്ടായിട്ടുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് പോസിറ്റീവ്. കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കാര്യം കിട്ടുള്ളൂ. ഓക്കെ, ഒരു ദിവസം പഠിക്കാൻ തുടങ്ങി, ഇനി നാളെ ഒരു മൂഡില്ല, ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാവാന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഹാഫ് ഓഫ് ദ പോർഷൻ എങ്കിലും, ഒരു ചാപ്റ്ററിൻ്റെ ഹാഫ് ഓഫ് ദ പോർഷൻ എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അതും നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കണം. കഷ്ടപ്പെട്ടിട്ടോ ഇതൊന്ന് പാസ്സാവേണ്ട, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ ഒരു സമാധാനം കിട്ടാനുള്ള തോട്ട് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞാൽ. ബിക്കോസ് നമുക്ക് ഇനി ഫ്യൂ ഡേയ്സ് മാത്രമേ മുമ്പിലുള്ളൂ. അതെന്തുകൊണ്ടാണ് ഫ്യൂ ഡേയ്സ് എന്ന് പറയുന്നത് വെച്ചാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം ആയി, അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം ആയി, അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാംസ് ആവും, അത് കഴിഞ്ഞിട്ട് നമുക്കതാ മാർച്ച് എക്സാം ആയി. അപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് മുമ്പിലുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇവൻ്റെ ആവറേജ് സ്റ്റുഡൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ, ഒരുപാട് ദൂരം കടക്കാതെ തന്നെ ഈസി ആയിട്ട് ഈ ഒരു ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ടോപ്പറായിട്ട് മാറാൻ പറ്റുമല്ലോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ സോഴ്സസിൽ നിന്നൊക്കെ പഠിക്കുക, ഇതൊക്കെ തപ്പിപ്പിടിച്ച് പോവാന്ന് പറയുന്നത് ഇനിയും ഇത്രയും ഈസി ആയിട്ട് തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ എജ്യൂപോണിൻ്റെ ആപ്പ് തന്നെയാണ്. എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ കോൺസെപ്റ്റും ഏറ്റവും വേഗത്തിലും പഠിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതായത് മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇൻഡിവിജ്വലായിട്ട്, അതായത് ക്ലാസ്സിനിടയിൽ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാം ഒത്തിട്ടുള്ള ഒരു വേദിയാണ്, എല്ലാം ഒരു കുടക്കീൽ എന്ന് പറയുന്നത് പോലെയാണ് എജ്യൂപോണിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ തപ്പിയിട്ട് ഞാൻ ഇനി സമയം വേസ്റ്റ് ചെയ്യാന്നുള്ള തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ +1 ആവട്ടെ +2 ആവട്ടെ, ഇറ്റ്സ് നമ്മളുടെ പ്രീ കൊമേഴ്സ് ഓർ പ്രീ ഹ്യൂമാനിറ്റീസ് ബൂസ്റ്റർ ബാച്ച്. ഓക്കെ, റെഡി? സോ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 3799 നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വൈകിയാൽ ഇറ്റ് വിൽ ബി 5000. ഓക്കെ, വെറുതെ എന്തിനാ, നമ്മൾ കുറച്ചുകൂടെ എക്കണോമിക്കലി ചിന്തിക്കേണ്ട കുട്ടികളല്ലേ, നമ്മളെല്ലാവരും എക്കണോമിക്സ് പഠിക്കുന്നവരല്ലേ. അപ്പോൾ കുറച്ചുകൂടെ പൈസ കുറച്ചിട്ട് കുറച്ച് ഗുണമോ മെച്ചം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 3799 rupeesന് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ പൈസ അടിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു ഓഫർ മിസ് ഔട്ട് ആവാതെ നോക്കുക കേട്ടോ. ഓക്കെ, നവംബർ 7th ആവാനായിട്ടുണ്ട് അല്ലേ, ഇന്ന് തന്നെ 6th ആയിട്ടുണ്ട്. സോ ഓബ്വിയസ്ലി പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫർ ക്ലോസ് ആവുന്നതാണ്. ഡോണ്ട് മിസ് ഔട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമ്മുടെ മുമ്പിൽ വരണം എന്നില്ല. ഓക്കെ, സോ ഇതേപോലെയുള്ള കൂടുതൽ ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് റിഗാർഡിംഗ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. Okay, bye from Aisha.